ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ്. വരാനിരിക്കുന്ന കേട്ടിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസും കുറച്ച് ക്ലാസ്സസും ഒക്കെ കിട്ടുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണോ? എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ക്ലാസ് ആണ്. കേട്ടിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ടീച്ചിങ് എക്സാംസ് ആയ LPSA എക്സാംസിനും UPSA എക്സാംസിനും ഒക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലൈൻസ്, ആംഗിൾസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ. അതായത് ഈ കോണുകളെ കുറിച്ച്, പല തരത്തിലുള്ള കോണുകളെ കുറിച്ച് നമുക്ക് കേൾക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ചില കോണുകൾ അനുപൂരകങ്ങളാണ്, അല്ലെങ്കിൽ ചില കോണുകൾ പൂരക കോണുകളാണ്. എന്തൊക്കെയാണ് ഇത്? ഇതൊക്കെ നമ്മൾ പഠിച്ചതാ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ പൂരക കോണുകൾ, എന്തൊക്കെയാണ് അനുപൂരക കോണുകൾ, ഈ സമാന്തര വരകൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന കോണുകളുടെ പ്രത്യേകത എന്താണ്, മറുകോൺ എന്താണ്, കോ എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ് എന്നൊക്കെയുള്ള പല സംശയങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോ ഇനി ഈ കോണുകളും അതുപോലെ തന്നെ വരകളും ഒന്നും തെറ്റിപ്പോകാതെ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഈ ഓരോ കാര്യങ്ങളും വിത്ത് എക്സാമ്പിൾസ് പഠിച്ചു പോകാം. ഓക്കെ, സോ ഇന്നിവിടെ ഞാൻ ഈ ലൈൻസ് ആൻഡ് ആംഗിൾസ്, നിങ്ങൾക്കറിയാം നമ്മുടെ കേട്ടിട്ട് എക്സാമിന്റെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണിത്. അതുപോലെ തന്നെ നമ്മളുടെ LPSA UPSA എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ജോമെട്രി എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് വരുന്ന ഒരു ടോപ്പിക്കും കൂടിയാണിത്. സോ ഈ ഒരു ബേസിക്, അതായത് ജോമെട്രിയുടെ ബേസിക് ആണ് ഈ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് ക്ലാസ് കാണുക. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഓക്കെ, നമുക്കിനി ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ നിങ്ങൾക്കറിയാം ആംഗിൾസ് എങ്ങനെയാ ഉണ്ടാകുന്നത്? വരകൾ കൂട്ടിമുട്ടുമ്പോൾ അല്ലെങ്കിൽ വരകൾ കൂടി ചേരുമ്പോഴാണ് ആംഗിൾസ് ഉണ്ടാകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ കോണുകളെ കുറിച്ച് പറയുമ്പോൾ പൂരക കോണുകൾ എന്താണ് എന്ന് നോക്കാം. ഈ പൂരക കോണുകളുടെ ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേഗം മനസ്സിലാവായിരിക്കും. കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും. എന്താണ്? കോംപ്ലിമെന്ററി ആംഗിൾസ്. പൂരക കോണുകൾ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പൂരക കോണുകൾ, രണ്ട് കോണുകൾ പൂരക കോണുകളാണ് എന്ന് പറയണമെങ്കിൽ അവർ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ തുക എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു രണ്ട് ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ആദ്യത്തെ കോണ്, ഇവിടെ തന്നിട്ടുള്ള കോൺ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോ 30 ഡിഗ്രി ആയിട്ടുള്ള ഒരു കോണിന്റെ പൂരക കോൺ എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഈ 90-ൽ നിന്നും ഈ 30 ഡിഗ്രി മൈനസ് ചെയ്യുക. 90 മൈനസ് 30 എത്രയാണ്? 60 ഡിഗ്രിയാണ്. സോ 30 ഡിഗ്രി കോണിന്റെ പൂരക കോണാണ് എന്ത്? 60 ഡിഗ്രി കോൺ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പൂരക കോൺ അഥവാ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ പഠിച്ചു വെക്കുക. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? രണ്ട് കോണുകളുടെ തുക 90 ഡിഗ്രി ആണെങ്കിലാണ് അവരെ നമ്മൾ പൂരക കോണുകൾ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. 45 ഡിഗ്രി കോണിന്റെ പൂരക കോൺ എന്തായിരിക്കും? എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ഉള്ള ഒരു കോണിന്റെ പൂരക കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? യെസ്, 45 ഡിഗ്രി ആയിരിക്കും. എങ്കിലല്ലേ 45 പ്ലസ് 45 90 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി 40 ഡിഗ്രി ഉള്ള ഒരു കോണിന്റെ പൂരക കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? 90-ൽ നിന്നും 40 കുറയ്ക്കുക. 90-ൽ നിന്ന് 40 കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 50 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. സോ 50 ഡിഗ്രിയാണ് ആ പൂരക കോണ് വരാം. അപ്പോ മറക്കരുത്, പൂരക കോൺ അഥവാ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് വെച്ചാൽ രണ്ട് കോണുകളുടെ തുക 90 ഡിഗ്രി ആയാലാണ് നമ്മൾ അവരെ പൂരക കോൺ അഥവാ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് നോക്കൂ, രണ്ട് പൂരക കോണുകളുടെ വ്യത്യാസം 12 ആയാൽ കോണുകൾ ഏതെല്ലാം? ഒരു ചോദ്യമാണ്. രണ്ട് പൂരക കോണുകളുടെ വ്യത്യാസം എന്നാ പറയുന്നത്. ഇപ്പോ രണ്ട് കോണുകളുടെ തുകയാണ് അല്ലെ പൂരക കോണുകൾ എന്ന് പറയുമ്പോൾ. പൂരക കോണുകൾ എന്ന് പറയുമ്പോ നമുക്ക് എന്തറിയാം? രണ്ട് കോണുകൾ എക്സും വൈ ആണെന്നിരിക്കട്ടെ, അവര് രണ്ടുപേരെയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടണം? 90 ഡിഗ്രി കിട്ടണം.
രണ്ട് പൂരക കോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? രണ്ട് കോണുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇനി ഇവിടെ തന്നിട്ടുള്ളത് അവരുടെ വ്യത്യാസം 12 ഡിഗ്രി ആയാൽ എന്നാണ് കേട്ടോ. 12 ഡിഗ്രി എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. വ്യത്യാസം 12 ഡിഗ്രി ആയാൽ, അതായത് ഇവരെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 ഡിഗ്രിയാണ്. അങ്ങനെ ആണെങ്കിൽ ഏതൊക്കെയാണ് ഈ രണ്ട് കോണുകൾ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോ ഇവരെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സോൾവ് ചെയ്യാം. ഇവിടെ എക്സ് മൈനസ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. y മൈനസ് മൈനസ് y എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2y ആണ് അല്ലെ, 2y ആണ്. 90 മൈനസ് 12 78 എന്ന് നമുക്ക് കിട്ടും. 90 മൈനസ് 12 78. ഇതിൽ നിന്നും y is equal to 78നെ 2 കൊണ്ട് ഹരിച്ചാൽ 39 ഡിഗ്രി എന്ന് കിട്ടും. 39 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ y ആണ്. 39 ഡിഗ്രി y ആണ്. അതേപോലെ നമുക്കിനി എക്സും കൂടെ കണ്ടെത്തണം. നമുക്കറിയാം എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഇവിടുന്ന് എക്സ് പ്ലസ് എന്തെഴുതാം? 39 സമം 90 ഡിഗ്രി എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് സമം 90 മൈനസ് 39 എന്ന് എഴുതാം. ദെൻ 51 ഡിഗ്രി എന്ന് കിട്ടും അല്ലെ. അപ്പോ എക്സ് 51 ഡിഗ്രിയും y 39 ഡിഗ്രിയും ആയിരിക്കും. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ പൂരക കോണുകളുടെ തുക 90 ഡിഗ്രി ആണ് എന്നറിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ മനസ്സിലാക്കി വെക്കുക, കോംപ്ലിമെന്ററി ആംഗിൾസ് അഥവാ പൂരക കോണുകളുടെ തുക 90 ഡിഗ്രി ആണ്. വ്യത്യാസം തന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും എടുത്തിട്ട് നമുക്ക് എക്സും വൈയും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പോകുന്നത് രേഖീയ ജോഡികളിലേക്കാണ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് രേഖീയ ജോഡികൾ എന്ന് അല്ലെ. ഈ രേഖീയ ജോഡികൾ അനുപൂരകങ്ങളാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് രേഖീയ ജോഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതുപോലെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ മറ്റൊരു കോൺ ഉണ്ടാക്കുന്നതെങ്കിൽ ഇവയെ ഈ രണ്ട് കോണുകളുടെ തുക, ഇപ്പോ സപ്പോസ് ഇത് എക്സ് ഡിഗ്രിയും ഇത് വൈ ഡിഗ്രിയും ആണെങ്കിൽ ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി സമം 180 ഡിഗ്രി ആയിരിക്കും. ഇത്തരത്തിലുള്ള കോണുകളെയാണ് നമ്മൾ എന്ത് പറയാ? ലീനിയർ പെയേഴ്സ് അഥവാ രേഖീയ ജോഡികൾ എന്ന് പറയാം. ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചാൽ ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക 180 ഡിഗ്രി ആയാൽ അവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രേഖീയ ജോഡികൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രേഖീയ ജോഡികൾ എങ്ങനെയായിരിക്കും? അനുപൂരകങ്ങളായിരിക്കും. അനുപൂരകങ്ങൾ എന്ന് വെച്ചാൽ രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രി. ഇനി നമുക്ക് ഈ ഒരു ഫിഗറിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത് നോക്ക, ഈ എൽ എം എന്ന് പറയുന്ന രണ്ട് വരകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. ഇവിടെ എല്ലോ ഉണ്ട്, എം ഉണ്ട്. അത് ആ രണ്ട് വരകളുടെ പ്രത്യേകത എന്താണ്? അവ സമാന്തര വരകളാണ്, പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, ആ ഒരു പാരലൽ ലൈനിനെ ഇത് മറ്റൊരു ലൈന് അല്ലെ, ഇപ്പോ സപ്പോസ് ഇത് എ എന്ന് നമുക്ക് എടുക്കാം. ഈ എ എന്നുള്ള ലൈന് അതിനെ കട്ട് ചെയ്യാണ്. ആ പാരലൽ ലൈനിനെ ആ എ എന്ന് പറയുന്ന മറ്റൊരു ലൈന് കട്ട് ചെയ്യാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ കുറേ കോണുകൾ ഉണ്ടാവുന്നുണ്ട്, കുറെ ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്. നോക്കൂ, 1 2 3 4 5 6 7 എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറെ ആംഗിൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു കോണുകളുടെ പ്രത്യേകത നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പല ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് നോക്കാം. ദേ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഈ എൽ എന്ന ലൈനിനെ ഈ എ എന്ന ലൈന് കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതും തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതെന്താണ്? രേഖീയ ജോഡികളാണ് അല്ലെ. ഈ ആംഗിൾ 5 പ്ലസ് ആംഗിൾ 7 എന്ന് പറയുന്നത് എന്തായിരിക്കും അപ്പൊ വരിക? ഇവരുടെ രണ്ടു പേരുടെയും, അതായത് ഈ കോണും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ലൈനും അതിനിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് പോലെ നിങ്ങൾക്ക് ഇപ്പൊ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. അപ്പൊ ഈ പ്ലസിന് ചുറ്റുമുള്ള കോണുകളുടെ എല്ലാം തുക, അതായത് ഇവരെ 3 പേരെയും 1 + 3 + 5 + 7 എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. മനസ്സിലാക്കി വെക്കണേ. അതായത് പ്ലസ് പോലെ വന്നു കഴിഞ്ഞാൽ ആ
4 കോണുകളെയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 360 ഡിഗ്രിയാണ് കിട്ടുക. ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞത് രേഖീയ ജോഡികളിലെ കോണുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ അതേപോലെ ഒരു രേഖീയ ജോഡിയല്ലേ ഈ താഴോട്ടും വരുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താ? 180 ആണ്. സോ മുകളിൽ ഒരു 180, താഴെ ഒരു 180, രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 360 ഡിഗ്രി കിട്ടും. ഇനി മറ്റൊരു കാര്യം, ഈ ഓപ്പോസിറ്റ് ഉള്ള കോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെ, വിപരീത കോണുകൾ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഇവിടുത്തെ 3 = 7 ആയിരിക്കും, ഇവിടുത്തെ 1 = 5 ആയിരിക്കും. അതായത് കോണുകളെ റെപ്രസെന്റ് ചെയ്യാനാണ് അവിടെ ആ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ 3 = 7 എന്താ ഇനി മിസ് പൊട്ടത്തരം പറയണേന്ന് വിചാരിക്കരുത്. ഇവിടെ ആംഗിൾസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് കേട്ടോ ഈ 1, 3, 5, 7 എന്നൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ എതിർകോണുകൾ, വിപരീത കോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. പഠിച്ചല്ലോ? 3 കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു ഫിഗറിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് സ്ഥാന സമാനമായ കോണുകളെ കുറിച്ചാണ്. എന്താണ്? സ്ഥാന സമാനമായ കോണുകൾ. സ്ഥാന സമാനമായ കോണുകൾ അവ എങ്ങനെയായിരിക്കും എന്നറിയോ? തുല്യമായിരിക്കും. ഓക്കെ, സ്ഥാന സമാനമായ കോണുകൾ തുല്യമായിരിക്കും എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. സ്ഥാന സമാനമായ കോണുകൾ തുല്യമായിരിക്കും. എന്താണ് ഈ സ്ഥാന സമാനമായ കോണുകൾ എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ L കൺസിഡർ ചെയ്യാണ്. ഓക്കെ, എല്ലിന്റെ മുകളിലെ ഒരു കോണാണ് ഞാനിപ്പോ എടുക്കാനായിട്ട് പോകുന്നത്. സപ്പോസ് ഞാൻ ഈ 7 എന്ന് പറയുന്ന ഈ കോണാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കൂ. ഈ എല്ലിന്റെ മുകളിലാണ് ഈ 7 കിടക്കുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ സമാനമായ രീതിയിൽ എമ്മിന്റെ മുകളിലെ കോണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നോക്കൂ, എല്ലിന്റെ മുകളിലാണ് 7, അതുപോലെ എമ്മിന്റെ മുകളിലാണ് 8. ഇനി എയുടെ ഇവിടെ എ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളതെങ്കിൽ എയുടെ വലതുഭാഗത്താണ് 7, അതുപോലെ ഇവിടെയും എയുടെ വലതുഭാഗത്താണ് 8. അപ്പോൾ ഇത്തരത്തിൽ ഒരു ലൈനിന്റെ മുകൾ, എല്ലിന്റെ മുകൾ ഭാഗത്താണെങ്കിൽ താഴെയുള്ള ലൈനിന്റെയും മുകൾ ഭാഗത്ത്, എയുടെ വലതുഭാഗത്താണെങ്കിൽ താഴെയുള്ള കോണും എയുടെ വലതുഭാഗത്ത്, ഇത്തരത്തിൽ വരുന്ന കോണിനെയാണ് സ്ഥാന സമാനമായ കോണുകൾ എന്ന് പറയുന്നത്. അങ്ങനെ സ്ഥാന സമാനമായ കോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇതാണ് എന്ത്? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എങ്ങനെയാണ്? തുല്യമാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് നോക്കാം. നോക്കൂ, 7, 8 സ്ഥാന സമാനമായ കോണുകളാണ് അല്ലെ? 7ന്റെ അതേ സ്ഥാനത്താണ് 8 കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1ന് സ്ഥാന സമാനമായ കോൺ ഏതാണ്? 2 ആണ്. കണ്ടോ? 1ഉം 2ഉം സ്ഥാന സമാനമായ കോണുകളാണ്. ഇനി 5 അല്ലെ? ഇവിടുത്തെ 5ന്റെ അതേ പ്ലേസിലാണ് ഇവിടെ ആര് കിടക്കുന്നത്? 6 കിടക്കുന്നത്. 5ഉം 6ഉം സ്ഥാന സമാനമായ കോണുകളാണ്. ഇനി നോക്കൂ, 3ഉം 4ഉം എന്താ? സ്ഥാന സമാനമായ കോണുകളാണ്. അപ്പോൾ എന്താണ് സ്ഥാന സമാനമായ കോണുകൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് മനസ്സിലായല്ലോ. ഇവരുടെ പ്രത്യേകത എന്താ? അവര് തുല്യമായിരിക്കും. ഇതിപ്പോ സപ്പോസ് ഈ 7 എന്ന് പറയുന്നത് 35 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 35 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇവര് തുല്യ കോണുകളാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് സ്ഥാന വിപരീതമായ കോണുകൾ. ഇപ്പൊ ഒന്ന് സ്ഥാന സമാനമായ കോണുകൾ, രണ്ടാമത്തേത് സ്ഥാന വിപരീത കോണുകൾ. സ്ഥാന വിപരീത കോണുകൾ അതും എങ്ങനെയാണ്? തുല്യമായിരിക്കും. മറുകോണുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും കേട്ടോ. മറുകോണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നൊക്കെ പറയുന്നതാണ് ഈ സ്ഥാന വിപരീത കോണുകൾ. ഓക്കെ, അപ്പൊ സ്ഥാന സമാനമായ കോണും സ്ഥാന വിപരീതമായ കോണും എങ്ങനെയാണ് ഉണ്ടാവുക? തുല്യമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ സ്ഥാന വിപരീത കോണ് ഏതൊക്കെയായിരിക്കും? അതായത് നേരെ വിപരീതമായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾ ഈ എം എന്നുള്ള ലൈനിന്റെ 8 എടുത്തു, അതായത് എമ്മിന്റെ മുകളിലാണ് 8 അല്ലെ? അപ്പോ എല്ലിന്റെ താഴെ ആയിരിക്കണം
നിങ്ങൾ ആ കോണ് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, എല്ലിന്റെ താഴെയുമായിരിക്കണം. ഇത് നമ്മൾ എ എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഈ എ എന്നുള്ള ലൈനിന്റെ വലതുവശത്താണെങ്കിൽ അവിടെ ഇടതുവശത്തായിരിക്കണം. അതായത് ഈ 3. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞത് മനസ്സിലായോ? അതായത് 8 എന്ന് പറയുന്ന ഈ ആംഗിള് അത് എമ്മിന്റെ മുകളിലാണ്. പക്ഷെ അതിന്റെ സ്ഥാന വിപരീതം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എല്ലിന്റെ താഴെ ആയിരിക്കണം. എമ്മിന്റെ മുകളിലാണെങ്കിൽ എല്ലിന്റെ താഴെ ആയിരിക്കണം. ഇനി എയുടെ വലതുവശത്താണ് 8 എങ്കിൽ അതിന്റെ സ്ഥാന വിപരീത കോൺ എന്ന് പറയുന്നത് എയുടെ ഇടതുവശത്തായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ എന്താണ് കോൺസെപ്റ്റ് എന്ന്? അപ്പോ ഈ 3ഉം 3നെയും 8നെയും ആണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാന വിപരീത കോണുകൾ അഥവാ മറുകോണുകൾ എന്ന് പറയാം. അപ്പൊ മറ്റൊരു മറുകോണ് നമുക്ക് ഇവിടുന്ന് കണ്ടെത്തിയാലോ? ഇപ്പോ ഈ ഒരു 7 എന്ന് എഴുതിയിട്ടുള്ള ഇതിന്റെ മറുകോൺ ഏതായിരിക്കും? എല്ലിന്റെ മുകളിലാണ്, അപ്പോ എമ്മിന്റെ താഴെ ആവണം. എയുടെ വലതുവശത്താണ്, അപ്പൊ എയുടെ ഇടതുവശത്താവണം. ഇതാണ് എന്ത്? നമ്മുടെ 7 എന്ന നമ്പറിലുള്ള ആംഗിളിന്റെ മറുകോൺ അഥവാ സ്ഥാന വിപരീതമായ കോണ് വരിക 7ഉം 4ഉം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ പഠിച്ചു വെച്ചേക്കുക. സ്ഥാന സമാനമായ കോണും സ്ഥാന വിപരീത കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മറ്റൊരു കോണാണ്. അതായത് ആന്തര സഹകോണും ബാഹ്യ സഹകോണും. എന്താണ് മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത്? ആന്തര സഹകോൺ. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് കോ ഇന്റീരിയർ ആംഗിൾസ്. എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾസ് ആണ് ആന്തര സഹകോൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഈ എൽ എന്നുള്ള ലൈനിന്റെ അകത്തായിരിക്കണം. ആന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസൈഡ് എന്നുള്ള മീനിങ് ആണ്. അപ്പോ എല്ലിന്റെ അകത്ത്, അതായത് ഇപ്പൊ നമ്മൾ 1 നമ്മൾ കൺസിഡർ ചെയ്യുന്ന വിചാരിക്കുക. എമ്മിന്റെയും ഇൻസൈഡ് ആയിരിക്കണം, ഉള്ളില്, അതായത് 8. എ എന്നുള്ള ലൈനിന്റെ ഒരേ വശത്ത്, അതായത് എയുടെ റൈറ്റ് സൈഡ് ആണെങ്കിൽ രണ്ടും എയുടെ റൈറ്റ് സൈഡ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആന്തര സഹകോൺ അഥവാ കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് കോ ഇന്റീരിയർ ആംഗിൾസ് വരുന്നത്? എല്ലിന്റെ താഴെയാണെങ്കിൽ ഇത് എമ്മിന്റെ മുകളിൽ. അതായത് ഇവിടെ വിപരീതം എന്നുള്ള അർത്ഥമല്ല, അകത്ത് പുറത്ത് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ രണ്ടും ഇപ്പൊ നമ്മൾ ഈ ഒരു 2 പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ അതിന്റെ അകത്തായിട്ട് വരുന്നത് പോലെ. അപ്പോ ഇവിടെ ഇതും ഇൻസൈഡ് ആണ്, ഇതും ഇൻസൈഡ് ആണ്. അപ്പോ രണ്ടും അകത്താണ് വരുന്നത്. അതുപോലെ തന്നെ എ എന്നുള്ള ലൈനിന്റെ ഒരേ വശത്തായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കോണുകളെയാണ് നമ്മൾ പറയാ ആന്തര സഹകോണുകൾ എന്ന് പറയുക. ഇനി ഇവര് തുല്യമായിരിക്കില്ല. ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക. അതായത് 1ഉം 8ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ 2 കോണുകൾ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുമ്പോൾ നമ്മൾ അതിന് മറ്റൊരു പേരല്ലേ പറയുന്നത്? എന്താ അത്? അനുപൂരകങ്ങളാണ്. സോ നമ്മൾ പഠിച്ചു വെക്കേണ്ട സംഗതി ഇതാണ്: ആന്തര സഹകോണുകൾ അനുപൂരകങ്ങളാണ്. അവരെ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. ഇനി മറ്റൊരു ആന്തര സഹകോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇവ രണ്ടും എന്താണ്? ആന്തര സഹകോണുകളാണ്. കോൺ 3ഉം കോൺ 6ഉം. ഓക്കെ, അപ്പൊ അവരും ആന്തര സഹകോണുകളാണ്. അവരെ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തതായിട്ട് 4മതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബാഹ്യ സഹകോണാണ്. ബാഹ്യ സഹകോൺ. ബാഹ്യ സഹകോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ബാഹ്യഭാഗത്തായിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മള് എല്ലിന്റെ അകത്തും എമ്മിന്റെ അകത്തുമാണ് നോക്കിയത്. ഇനി ബാഹ്യ സഹകോൺ എന്ന് പറയുമ്പോൾ അതേ കോൺസെപ്റ്റ് പുറത്ത്, അതായത് ഈ 2 എവിടെയാ? എമ്മിന്റെ പുറത്താണ് കിടക്കുന്നത്. എല്ലിന്റെ പുറത്താണ് 7 കിടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാഹ്യ സഹകോൺ എന്ന് പറയുന്നത്. ഇവരും എങ്ങനെയാണ്? അനുപൂരകങ്ങളാണ്. അവരെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക. അതായത് 2ഉം 7ഉം തമ്മിൽ ആഡ് ചെയ്താലും 180 ഡിഗ്രിയാണ്. ഇനി മറ്റൊരു ബാഹ്യ സഹകോൺ നോക്കൂ. ബാഹ്യ സഹകോൺ ഈ 4ഉം ഈ ഒരു 5ഉം എന്താണ്? ബാഹ്യ സഹകോണുകളാണ്.
ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? രേഖീയ ജോഡി എന്താന്ന് പഠിച്ചു, പൂരക കോണുകൾ എന്താന്ന് പഠിച്ചു, അനുപൂരക കോണുകൾ എന്താന്ന് പഠിച്ചു, ആന്തര സഹകോണുകൾ എന്താന്ന് പഠിച്ചു, ബാഹ്യ സഹകോണുകൾ എന്താന്ന് പഠിച്ചു. ബാഹ്യ സഹകോണിനെ നമ്മൾ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്നാണ് പറയാ. അതുപോലെ സ്ഥാന സമാനമായ കോണുകൾ എന്താന്ന് പഠിച്ചു, സ്ഥാന വിപരീതമായ കോണുകൾ എന്താന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സമാന്തര വരയെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പല ഇതുപോലെയുള്ള ഫിഗേഴ്സ് വരുന്ന സമയത്ത് കുറെ ചിത്രങ്ങൾ നമുക്ക് തന്നിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എക്സ് എന്ന് പറയുന്ന കോൺ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? സോ ഈ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കില് ഈ എല്ലാവർക്കും സംശയമുള്ള ഒരു ഭാഗമായിരുന്നു ഈ ഒരു ഏരിയ അല്ലെ. അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.